ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നത് പാചകവാതക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഹോട്ടലുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നമ്മൾ വീടുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നൊക്കെയാണല്ലോ. ആ പ്രതിസന്ധി അവിടെയും കൊണ്ടൊന്നും തീരുന്നില്ല. ക്ഷേത്രങ്ങളിലെ പ്രസാദ വിതരണത്തിലും വലിയ ബുദ്ധിമുട്ടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ LPG കരുതൽ ശേഖരം കുറഞ്ഞു തുടങ്ങി. പ്രതിസന്ധി തുടർന്നാൽ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വിഷുവോടെ കനത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഗോകുൽനാഥ് തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, അമ്പലങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് വിവരം. സ്വാഭാവികമായും അവിടെ പ്രസാദ വിതരണമൊക്കെ മുടക്കില്ലാതെ നടക്കേണ്ടതാണ്. അതിൽ മാറ്റമൊന്നും വരുത്താനോ കുറവ് മതി എന്ന് വിചാരിക്കാനോ, ഇപ്പൊ നമ്മളെ പോലെ വീട്ടിൽ ഇത്തിരി കുറവുണ്ടാക്കിയാൽ മതിയെന്നോ ഹോട്ടലിലെ പോലെ കുറവ് വിഭവം ഉണ്ടാക്കിയാൽ മതിയെന്നോ എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ലല്ലോ. മറു തീർച്ചയായും എന്തായാലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏകദേശം 1300ഓളം ക്ഷേത്രങ്ങളാണുള്ളത്. ഈ പല ക്ഷേത്രങ്ങളിലും ഗ്യാസ് പ്രതിസന്ധി കനത്ത രീതിയിൽ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വിഷു സമയത്തോടു കൂടി തന്നെ ശബരിമലയിലെ കരുതൽ ശേഖരം കുറഞ്ഞു തുടങ്ങുമെന്നുള്ളതാണ്. ശബരിമലയിൽ ഇപ്പോൾ നിലവിൽ കരുതൽ ശേഖരത്തിലുള്ളത് ഏകദേശം ഒരു 8 ലക്ഷത്തോളം ടിൻ അരവണയാണ്. അരവണ, അപ്പം അരവണയ്ക്കൊക്കെയായി ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്നത് ഏകദേശം 50ഓളം വാണിജ്യേതര സിലിണ്ടറുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം സിലിണ്ടറുകളാണ് പാചകം നിലവിൽ ശബരിമല ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. അതുമാത്രമല്ല, പല ക്ഷേത്രങ്ങളും ഇപ്പോൾ വിറകടുപ്പിൽ നിന്ന് മാറി LPGയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. 2015 മുതൽ തന്നെ ഈ ഒരു മാറ്റം ക്ഷേത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത പ്രതിസന്ധി ക്ഷേത്രങ്ങളിൽ ആകമാനമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പ്രസാദ വിതരണം, ഈ കടും ശർക്കര പായസം അടക്കം ഉണ്ടാക്കുന്നവയ്ക്കൊക്കെ തന്നെ ഒരുപാട് ഗ്യാസ് ആവശ്യമായി വരുന്നതാണ്. ആ സമയത്താണ് ഈ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമുള്ളത്. തിരുവനന്തപുരത്തെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ പ്രതിസന്ധി ഏറെക്കുറെ തുടങ്ങിയെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. അവിടെയും ഏകദേശം 4 സിലിണ്ടറോളം ഒരു ദിവസം ആവശ്യമായി വരുന്ന ഘട്ടമാണുള്ളത്. പക്ഷേ അപ്പോഴും പ്രതിസന്ധി കനത്ത രീതിയിൽ തുടരുന്നതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഈ അർച്ചന, അതുപോലെ തന്നെ പ്രസാദ വിതരണത്തിലൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മാധു പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വെക്കുമ്പോൾ ചില വിഭവങ്ങൾ ഒഴിവാക്കുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ അത്തരത്തിൽ വിഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസാദ വിതരണത്തിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിലേക്ക് ക്ഷേത്രങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. പല ക്ഷേത്രങ്ങളും ഇപ്പോൾ നിലവിൽ വിറകടുപ്പിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല ക്ഷേത്രങ്ങൾക്കും അതിനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ട്. പക്ഷേ ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഗോകുൽ പറയുന്നത്. എനിക്കാണ് നൊസ്റ്റ് അടിച്ചിട്ട് പാടില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നന്ദിയുടെ വിഗ്രഹമുണ്ട്. നമ്മുടെ ഒരു മീഡിയേറ്ററാണ്. നമുക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് അവിടുത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ. അപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു സ്ഥലം നമുക്ക് കാഴ്ചയിലൂടെ കാണാൻ കഴിയുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം വരില്ല. എനിക്കാണ് വീട്ടിൽ ഓടിപ്പോകാൻ ഒക്കെ തോന്നുന്നു.